ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. ഇന്ന് നമ്മൾ എടുക്കുന്നത് മലയാളം ചാപ്റ്റർ 9th ചാപ്റ്ററാണ്. പുകമറയ്ക്കപ്പുറം കാണുന്നത്. ഡോക്ടർ വി.പി. ഗംഗാധരൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മക്കുറിപ്പുകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിലേതാനും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഒരു അനുഭവക്കുറിപ്പാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പുകമറയ്ക്കപ്പുറം കാണുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഗംഗാധരൻ സാറിനെ നോക്കാം. അർബുദ ചികിത്സാ രംഗത്ത് അതായത് ഏറ്റവും വലിയ ലോക പ്രശസ്തി നേടിയ ഒരു ഡോക്ടർ കൂടിയാണ് വി.പി. ഗംഗാധരൻ. തിരുവനന്തപുരം RCCയിൽ വർക്ക് ചെയ്ത്, അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വകുപ്പ് മേധാവിയായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ വി.പി. ഗംഗാധരൻ സാറ്. ക്യാൻസർ രോഗികൾക്ക് മരുന്നിനേക്കാൾ ആവശ്യം മനഃശക്തിയാണ് എന്ന ഒരു സന്ദേശത്തോടു കൂടി പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വി.പി. ഗംഗാധരൻ സാറ്. ദോഹ ബഷീർ അവാർഡ്, പീപ്പിൾസ് ഡോക്ടേഴ്സ് അവാർഡ്, ബഷീർ അവാർഡ് എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ, അതായത് KS അനിയൻ എന്ന് പറയുന്ന നോവലിസ്റ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ സേവനകാലത്തെ ചില വേറിട്ട അനുഭവങ്ങൾ കഥാകാരനായിട്ടുള്ള KS അനിയൻ എന്ന് പറയുന്ന, അതായത് നോവലിസ്റ്റും ചെറുകഥാകൃത്തും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയായിട്ടുള്ള KS അനിയനാണ് ഈ ഒരു ജീവിതാനുഭവം പകർത്തിയത്. ഒരു സംഭവ കഥ തന്നെയാണ് ഇത് പുകമയ്ക്കപ്പുറം കാണുന്നത് എന്ന പാഠഭാഗത്തുള്ളത്. മനോജ് എന്നു പേരുള്ള ക്യാൻസർ രോഗിയുടെ ചികിത്സയിലുടനീളം ഡോക്ടർ PV ഗംഗാധരൻ നേരിട്ട അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പണം സമ്പാദനം മാത്രമല്ല, അതായത് ചെറുപ്പത്തിൽ മക്കൾക്ക് കിട്ടേണ്ട കെയറിങ് അത് കറക്റ്റ് നല്ല രീതിയിൽ കൊടുക്കാത്തതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ കൂടി നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ കഥയിലേക്ക് നോക്കാം. കാലങ്ങളിൽ ഹൃദ്രോഗം പോലെ ചികിത്സാ സാധ്യത കുറഞ്ഞ ഒരു രോഗമായിട്ടാണ് ക്യാൻസറിനെയും കണ്ടിരുന്നത്. വളരെ ഭീതിയോടുകൂടി കണ്ടിരുന്ന ഒരു രോഗം തന്നെയാണ് അർബുദം. അർബുദ രോഗികളെ ആ ഒരു ടൈമിൽ സമൂഹം മുൻധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം തന്മൂലം വെളിപ്പെടുത്താനാകാത്ത പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും അവർ കടന്നുപോയിട്ടുണ്ട്. തങ്ങളുടെ യശസ്സിന് കളങ്കമാകുമെന്ന് ഭയന്ന് ക്യാൻസർ രോഗബാധയെ തള്ളിപ്പറയാനും ചികിത്സിച്ചു മാറ്റിയ ഡോക്ടർക്ക് രോഗനിർണയത്തിൽ വന്ന പിഴവ് എന്ന് നുണ കൊണ്ട് തീർത്ത പുകമറയ്ക്കു പിന്നിൽ രോഗത്തെ ഒളിപ്പിക്കാനും വ്യഗ്രത കാട്ടുന്ന ഒരു ഡോക്ടർ കുടുംബത്തെയാണ് പുകമറയ്ക്കപ്പുറം എന്ന ഈ ഒരു സംഭവക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ വി.പി. ഗംഗാധരൻ സാറ് തുറന്നു കാട്ടുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കഥയിലേക്ക് പോകുമ്പോൾ വളരെ സങ്കീർണാവസ്ഥയിലുള്ള രക്താർബുദ രോഗിയാണ് 25-കാരനും MD കൂടിയായ മനോജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. ഡോക്ടർ ദമ്പതികളുടെ മകനും ഡോക്ടറുമായ മനോജിൻ്റെ രോഗത്തെ അംഗീകരിക്കാൻ ഡോക്ടറായ അമ്മ വരെ വിസമ്മതിക്കുന്നു. വിശദീകരണങ്ങളൊന്നും കൂടാതെ തന്നെ എല്ലാം മനസ്സിലാക്കുമ്പോഴും രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ രോഗിയുടെ അമ്മ പലവട്ടം ശ്രമിക്കുന്നതും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നതാണ്. പ്രത്യാശയുടെ നേർത്ത സൂചന പോലും ഇല്ലാത്ത നിർവികാരമായ മനോജിൻ്റെ മുഖം ആരെയും തന്നിൽ നിന്നും അകറ്റി നിർത്താൻ പോകുന്നതായിരുന്നു. മനോജ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നതും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് തൻ്റെ അമ്മ തന്നെയാണ് എന്ന സത്യം ഡോക്ടർ അറിയുന്നതും, കൂടാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മനോജിൻ്റെ അടുത്ത് ഇരിക്കുന്ന പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഭാവി വധു ആണെന്നതും ഒരു കെട്ടുകഥ പോലെ അതിശയകരമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ജീവിത വിജയങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്ന മാതാപിതാക്കൾ മറന്നു കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളുടെ ബാല്യം, അതുമൂലം അവർക്ക് ലഭിക്കാതെ പോകുന്ന പരിലാളനകൾ, ശാസന, ഇവയൊക്കെ ഒരു കുരുന്നു ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു സാക്ഷിപത്രം കൂടിയാണ് മനോജ് എന്ന് പറയുന്ന വ്യക്തി. ഉള്ളു നിറയെ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൈ നിറയെ പണം കൊടുത്ത് മാതാപിതാക്കൾ മനോജിനെ വളർത്തി. മനോജ് ആ ഒരു കഥയിൽ നമുക്ക് കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു പഠനം കഴിഞ്ഞ് MBBSന് വേണ്ടിയിട്ട് പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പോകുന്ന മനോജിൻ്റെ കയ്യിലേക്ക് ധാരാളം കാശുകളാണ് കൊടുക്കുന്നത്. അതായത് താൻ ആഗ്രഹിക്കുന്നതനുസരിച്ച്, താൻ ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കോരി പണം തരുന്ന മാതാപിതാക്കളാണ് തനിക്കുണ്ടായിരുന്നത് എന്ന് മനോജ് ഒരു സമയത്ത് ഗംഗാധരൻ സാറിനോട്, അല്ലെങ്കിൽ തന്നെ നോക്കുന്ന ഡോക്ടറോട് പറയുന്നത് നമുക്ക് കാണാം. എത്രയോ കാലമായി തൻ്റെ ഭക്ഷണം കുട്ടിക്കാലത്ത് യഥേഷ്ടം കഴിച്ചു ശീലിച്ച ടാങ്കും ഐസ്ക്രീമും മാത്രമാണെന്ന് അത് ഒരു പ്രതികാര ബുദ്ധിയോടെ ഏറ്റുപറയുന്ന ആ ഒരു യുവാവ്. തനിക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിന് രക്ഷിതാക്കളോട് പകരം വീട്ടുകയാണ് ഈ ദുശീലങ്ങളിലൂടെ താൻ ചെയ്യുന്നത് എന്നുകൂടി മനോജ് ഇവിടെ തുറന്നു പറയുമ്പോൾ മാതാപിതാക്കളിലൂടെ പഴിചാരി രക്ഷപ്പെടുന്ന യുവത്വത്തിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പരക്കം പാച്ചിലിനിടെ തൻ്റെ മകനെ നല്ലൊരു മൂല്യബോധത്തോടെ വളർത്തുന്നതിൽ പരാജയപ്പെട്ട അമ്മ അത് തിരിച്ചറിയുന്നതേയില്ല. തൻ്റെ ചികിത്സ തേടിയ രോഗിയുടെ അതിശയകരമായ ജീവിതത്തിലുണ്ടായ ആഹ്ലാദത്തോടെ വിവാഹമംഗളം നേരാനെത്തിയ ഡോക്ടറും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന, അതായത് അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നോട് കുശലാന്വേഷണത്തിൻ്റെ ഇടയിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റാണില്ലേ ആ ഒരു മനോജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന ചികിത്സാ രീതികൾ എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ക്യാൻസർ എന്ന രോഗത്തിന് ഒരു പുകമറ സൃഷ്ടിക്കുന്നത് നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ കഴിയുന്നതാണ്. അർബുദബാധിതന് പുതുജീവിതം തന്നെയാണ്. ക്യാൻസറിനെ അതിജീവിച്ച ഒരു വ്യക്തി മുൻപുണ്ടായിരുന്നതിനേക്കാൾ നല്ല മനുഷ്യനായിരിക്കും എന്ന് ഡോക്ടർ ഗംഗാധരൻ പലപ്പോഴും നിരീക്ഷിക്കാറുള്ളിടത്തേക്കാണ് ഈ ഒരു രോഗിയുടെ ബന്ധു കൂടിയായിട്ടുള്ള അമ്മ
അവർ പറയുന്ന വാക്കുകൾ, അവരുടെ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു ഡോക്ടേഴ്സിനോട് പറഞ്ഞു വെച്ചിട്ടുള്ള വാക്കുകൾ, ഇത് ഒരു ചികിത്സാ പിഴവ് മാത്രമായിരുന്നു. എന്തിനെന്നില്ലാതെ മരുന്ന് കൊടുത്ത ഒരു ഡോക്ടറും എന്തോ ഭാഗ്യം കൊണ്ട് തനിക്ക് തിരിച്ചു കിട്ടിയ മകനാണ് ഇത് എന്ന് അവർ സൂചിപ്പിക്കുന്നതിലൂടെ ഇപ്പോഴും ഈ ഒരു രോഗത്തെ ഭയക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ അതിനെ ഭീതിയോടെ കാണുന്നവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് വരച്ചു കാണിക്കുന്ന ഒരു സംഭവ കഥ കൂടിയാണ് വി.പി. ഗംഗാധരൻ സാറ് നമുക്കിവിടെ പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന നോവലിലൂടെ പറഞ്ഞു തരുന്നത്. മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി രോഗത്തോടൊപ്പം ലഹരിയും മാതാപിതാക്കളോടുള്ള അടങ്ങാത്ത പ്രതികാര ബുദ്ധിയും ചേർന്ന് ശരിതെറ്റുകൾ ഏതാണെന്ന് വിവേചിക്കാൻ ആവാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനോജിനെ തിരിച്ചു പിടിക്കാനും ഭാവി ജീവിതത്തിലേക്ക് കൂടെ ഉണ്ടാകാനും പങ്കാളിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവുമാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നത് ഭാവി വധു എന്ന് പറയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കാണുന്ന ഈ ഒരു സമൂഹത്തിൽ തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് കൂടി, അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് കൂടി നല്ലൊരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നു. ആ ഒരു തിരിച്ചറിവിൽ ജീവിതം തിരികെ പിടിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളെ, അതായത് മനോജിൻ്റെ ഭാവി വധുവിനെ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയും. ഡോക്ടർ രോഗി എന്നതിലുപരി ഒരു വരുമാനം മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിൽ രോഗിയുള്ളിലുള്ള പ്രത്യാശയുടെ കനലുകൾ ജ്വലിപ്പിച്ച് തൻ്റെ ഊർജ്ജവും സമയവും എല്ലാം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഒരു രോഗിക്ക് പുതുജീവിതം നൽകുക എന്ന ഒരു കർമ്മത്തോടെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കർമ്മയോഗിയായ ഒരു ഡോക്ടറെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ കാണാൻ കഴിയുന്നത്. ക്രൂരവും ദീനവുമായ ഈ ജീവിത കാഴ്ചകൾ മനസ്സിൽ എന്ത് വിശേഷിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗംഗാധരൻ സാർ പറയുന്നത്, എൻ്റെ മനസ്സ് കൂടുതൽ ശുദ്ധിയുള്ളതാകുന്നു, എന്നിൽ കൂടുതൽ മനുഷ്യത്വം വന്നു നിറയുന്നു. ഓരോ രോഗികളിലൂടെയും അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ എൻ്റെ മനസ്സ് അത്രത്തോളം സന്തോഷത്തോടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നത്. അതായിരിക്കണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആതുര ശുശ്രൂഷകൻ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി തരികയാണ് ഡോക്ടർ വി.പി. ഗംഗാധരൻ സർ. ഓക്കെ, ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം നമുക്ക്. ഇത്രയാണ് ഈ ഒരു സ്റ്റോറി. മനോജ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടിയിരുന്ന ലാളനകളും എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതും പണത്തിന് പുറകെ പോകുന്ന മാതാപിതാക്കളും തനിക്ക് എന്താണോ ആവശ്യം ആ ഒരു ആവശ്യങ്ങൾ യഥാവിധി നടപ്പിൽ വരുത്താത്ത പണമോഹികളായ, അല്ലെങ്കിൽ പണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കാണുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് മാത്രം ഇമ്പോർട്ടൻസ്, കുടുംബജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികൾ, തൻ്റെ അച്ഛനും അമ്മയും, അവർ തനിക്ക് ജീവിതത്തിൽ വരുത്തി വെച്ചിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ, അതിലൂടെ കടന്നു പോകുന്ന മനോജ് എന്ന വ്യക്തിയും മനോജിനെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു പെൺകുട്ടി, അതായത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും കഥ. പണത്തിന് പുറകെ പോകുന്ന മാതാപിതാക്കളും അതിൻ്റെ അനന്തരഫലമായി ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റായ വഴികളിലൂടെ പോകേണ്ടി വന്ന മനോജ് എന്ന ഒരു കുട്ടിയുടെയും ഒരു വിദ്യാർത്ഥിയുടെയും കഥയാണ് വി.പി. ഗംഗാധരൻ സാറ് നമുക്ക് ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ പറഞ്ഞു തരുന്നത്.